താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ജയസൂര്യയാണ് ഇന്ന് താരപ്പകിട്ടിൽ. ഹായ് ജയസൂര്യ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ പാർക്കർ പെൻ, ബോയ് പെൻ, ഹീറോ പെൻ ഒക്കെ കിട്ടുന്നത് എന്താണ് ഈ മങ്കി പെൻ? മങ്കി പെൻ എന്ന് പറയുന്നത് അത് എന്താ പറയുക, സംവിധായകരുടെ മനസ്സിൽ ഒരു ഉദിച്ച ഒരു പേര് തന്നെയാണ്. അപ്പം മങ്കി പെൻ ആദ്യമായിട്ട് ടൈറ്റിൽ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോഴും നമ്മൾ എന്താ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു. അങ്ങനത്തെ ഒരു ടൈറ്റിൽ അത് മങ്കി പെൻ. പെട്ടെന്ന് മാജിക് പെൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, മാജിക് പെൻ. പക്ഷെ അവരുടെ മനസ്സിൽ എൻ്റെ പേന ഈ പേര് കൊണ്ട് അറിയപ്പെടണം, അത് അങ്ങനൊരു പെന്നാണത്, മങ്കി പെൻ. ഈ മങ്കി പെന്നെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് പഴയ കാലഘട്ട ഒരു കഥയാണത്. അത് സിനിമ കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ മങ്കി പെൻ എന്ന് പറയുന്നത്. ആ മങ്കി പെൻ എന്ന് പറയുന്ന എത്രമാത്രം എൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന എൻ്റെ മോനിലേക്ക് അത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ കഥ മൊത്തം പറഞ്ഞെന്തോ. അല്ല, പക്ഷേ അത് ഭയങ്കര രസമുള്ള സിനിമയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് അഭിനയിച്ചാൽ എനിക്ക് ഭയങ്കര മാനസികമായി ഇഷ്ടം തോന്നിയ ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് സീൻസിലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ എങ്കിലും അവനാണ് ഹീറോ ആക്ച്വലി. സനുഷയുടെ ബ്രദർ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഞാനുണ്ടായത്. ഫസ്റ്റ് ഷെഡ്യൂളിലെ എപ്പിസോഡ് പിള്ളേർ ലാപ്ടോപ്പിൽ കൊണ്ട് കാണിച്ചു, ഡയറക്ടേഴ്സ്, ചെറിയ പിള്ളേരാട്ടോ, 12 വയസ്സുള്ളൂ, കൊണ്ട് കാണിച്ചു. റോജിൻ ഷാനിൽ എന്ന പേര്. ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്നത് രമ്യയുടെ ബ്രദറാണ്, രമ്യ നമ്പീശിൻ്റെ ബ്രദർ രാഹുലാണ്. നല്ല രസമുള്ള പാട്ടാണ്. അപ്പോൾ ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്ന് വെച്ച് കാണിച്ചു. അപ്പോൾ ഇതെന്താ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവനെ സാറ് അടിക്കുകയാണ്. അടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നേരെ സീറ്റിൽ വന്നിരുന്ന് ഇരിക്കുന്ന ബെഞ്ചിലും വന്നിരുന്ന് കരയാണ്. ഇതാണ് ആ സംഭവം കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. സംഭവം ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒന്നുമില്ലല്ലോ, ഒരു അടിക്കുന്നു. പക്ഷെ അത് അല്ല, അവനത് പെർഫോം ചെയ്തേക്കുന്നതിൻ്റെ രീതി. ഞാൻ പറഞ്ഞു, എടാ എന്ത് രസമായിട്ടുള്ള പെർഫോം ചെയ്തേക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ വേറൊരു കാര്യം കേട്ടാ ചേട്ടൻ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ചോദിച്ചാൽ എന്താ, ഈ അടിക്കുന്ന ഷോട്ടുണ്ട് അത് ഒരു ദിവസം എടുത്തു. പിന്നെ നടന്ന് വന്ന് ഇരുന്ന് കരയുന്ന ഷോട്ട് വേറെ 10 ദിവസം കഴിഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ കണ്ടിന്യൂറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതും കാര്യങ്ങളും ഞാൻ ഇത് ഗംഭീരമാണ് എന്ന് തന്നെ വിചാരിച്ചിട്ട് അവൻ്റെ മുമ്പിൽ പോയി നിന്നത്. പക്ഷേ വിചാരിച്ചതിനേക്കാളൊക്കെ മേളിലാണ് അവൻ്റെ പെർഫോമൻസ്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചില ടീസേഴ്സിലെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്ലാപ്പ് ചെയ്യും. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ സ്റ്റാറിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അവനാണ് സൂപ്പർ സ്റ്റാർ ആ പടത്തിൽ. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു രക്ഷയിലാട്ടോ, നന്നായി. ജയസൂര്യ നമ്മൾ എപ്പോഴും അറിയപ്പെടുന്നു ഏതൊരു കൂട്ടത്തിലും. ഒരു അമ്മയുടെ ഷോ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അമ്മയുടെ എന്തെങ്കിലും പരിപാടി, അല്ലെങ്കിൽ അങ്ങനെ ആർട്ടിസ്റ്റ് എല്ലാവരും കൂടുമ്പോൾ ജയസൂര്യയുടെ കൂടെ ചുറ്റും വരും കുറേ പേര് ചിരി. അങ്ങനെ എപ്പോഴും നമ്മൾ കാണുന്നത്. ജയസൂര്യ എങ്ങനെയാണ് ഈ ഒരു പീപ്പിൾ മാനേജ്മെന്റ്? ഭയങ്കര ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഒരു സ്റ്റാർ ആണല്ലോ. അല്ല, ആരും സ്റ്റാർ, സുഹൃത്തുക്കളിൽ ആരാണ് സ്റ്റാർ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു സ്റ്റാർഡമോ സ്റ്റാറോ ഒന്നും ഇല്ലല്ലോ. എല്ലാവർക്കും തുല്യ പ്രാധാന്യമല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലവർ ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ച് അവർ സംസാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പറയാൻ ചിലപ്പോൾ ഒരുപാട് തമാശകളുണ്ടാവും, ഒരുപാട് എവിടെ നിന്ന് കേട്ട കുറേ തമാശകളും അതൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര രസമാണ് ഈ അമ്മ ഷോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരുന്ന് തമാശകൾ പറയുന്നു, അത് പറയുന്നു, ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ഓരോ ഇടത്തും പുതുമ നഷ്ടപ്പെടാത്ത ഒരു ചെറിയൊരു തമാശ, ഒരു കഥയും കൊണ്ടായിരിക്കും ജയസൂര്യ. അതെങ്ങനെ ജയസൂര്യ സുഹൃത്തുക്കളോട് എല്ലാവരും കൂടെ ഇരുന്ന് ചിരിച്ചതാ ചേട്ടൻ്റെ ആകതായി? അത് കറക്റ്റാണ്. കാരണം വെച്ചാൽ അവരെ കുറിച്ച് തന്നെ കഥകൾ ഉണ്ടാക്കും, അവരുടെ മുമ്പിൽ ഇരുന്ന് തന്നെ പറയുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. മാറി ഇരുന്ന് പറയുമ്പോഴാണല്ലോ ഒരു മലയാളിയാവുന്നത്, കുറ്റം പറച്ചിലാവുന്നത്. പരദൂഷണം അത് വേണ്ട. അവരുടെ മുന്നിരുന്ന് എല്ലാവരും കൂടെ ആഘോഷിച്ച് ചിരിക്കും. അല്ല, അത് അത്രേ ഉള്ളൂ. അതാണ് ഒരു സുഖം. ഈവൻ അമ്മു ആയാലും രമ്യ നമ്പീശനായാലും ഒക്കെ പറയാറുണ്ട്. ഇപ്പൊ അടുത്ത എല്ലാവരും കൂടെ കൂടിയ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ ഷോ തന്നെയായിരുന്നു. അമ്മ ഷോയ്ക്ക് പിന്നെ അമ്മ മീറ്റിംഗ് ഉണ്ടാവും. പിന്നെ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർ. സീരിയസ് ആണോ? അതൊരു എവിടെയാണ് സീരിയസ്? അയ്യോ, ചിരിച്ച് ചാവാം. അമ്മ മീറ്റിംഗ് ആണെങ്കിൽ ഭയങ്കര, അതായത് കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ പോയ പോലെയായിരുന്നു. അവിടെ ഇരുന്ന് കൂക്കും ബഹളവും. നമ്മൾ വിചാരിച്ചിട്ടില്ലേ മമ്മൂക്കൊക്കെ ഭയങ്കര അതൊന്നുമില്ല, ബാക്കിൽ പോയിരുന്നു.
എനിക്ക് ഈ പ്രായവരുടെ അടുത്തൊന്നും പോയിരിക്കാൻ വയ്യ നീര എന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കും. അത് ഭയങ്കര തമാശകളും ബഹളങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ശരിക്കും ഈ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ ഇതിൽ പറയും കുടുംബത്തിന് അതൊന്നും ഇത് ശരിക്കും കുടുംബം ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ഈ അമ്മ ഷോയ്ക്ക് പോകുമ്പോഴും അമ്മ മീറ്റിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണെങ്കിലും തീർച്ചയായിട്ടും സിനിമയ്ക്ക് പുറത്തുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ വീണ്ടും അസൂയ തോന്നും, ആഗ്രഹം കൂടും. തീർച്ചയായിട്ടും സിനിമയിലോട്ട് വരണം എന്ന് പറയുന്നത് ജയസൂര്യക്ക് എന്നാ സിനിമയിലോട്ട് എനിക്ക് സിനിമയിലോട്ട് വരണമെന്ന് മനസ്സിലിങ്ങനെ ഒരു കത്തി നിൽക്കത്തില്ല ആഗ്രഹം, അതെപ്പോഴായിരുന്നു? പണ്ട് അത് സ്കൂളിൽ തന്നെ ഓരോരോ ചോദിക്കുമല്ലോ ചില ട്രെയിനിങ് ടീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും ആരാവണം എന്ന് ആഗ്രഹം? ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ. അപ്പോഴും ഞാൻ നമുക്ക് അപ്പോഴും ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, അന്നും താല്പര്യം സിനിമയോട് തന്നെയാണ്. ഈ സിനിമയിലോട്ട് വരാൻ ജയസൂര്യയുടെ കയ്യിൽ നിന്നുള്ള അതായത് ലൊക്കേഷനിൽ പോയി അഭിനയം കാണുക, അല്ല പണ്ട് ഞാൻ ചോദിച്ചു നമ്മൾ എന്താണ് സിനിമ എന്ന് അറിയാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടിക്കാലത്ത് നടത്തി? അയ്യോ പിന്നെ പണ്ട് മുതൽ ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ പോകാത്ത ലൊക്കേഷനുകളില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് ഒന്നിനെ സ്നേഹിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യും. സത്യം അല്ലേ? അതിനെ കഷ്ടപ്പാടെന്ന് വിളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അയ്യോ ഞാൻ ഭയങ്കര കഷ്ടപ്പാടൊന്നുമല്ല, ഒരു ജോലി കിട്ടാൻ എത്രമാത്രം ട്രൈ ചെയ്യണം അല്ലേ? ഒരാൾ തീരുമാനിക്കണം അയാൾക്ക് റാങ്ക് കിട്ടണോ, അയാൾ ഡിസ്റ്റിങ്ഷന് പാസ്സാവണോ, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവണോ, ജസ്റ്റ് പാസ് മതിയോ എന്ന്. അതിനനുസരിച്ച് അയാൾ പഠിക്കും എന്ന് പറഞ്ഞ പോലെ അതിനനുസരിച്ച് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും അല്ലേ? ലക്ക് എന്നൊക്കെ പറയുന്നത് ഞാൻ സെക്കൻഡറി ആയിട്ട് ഞാൻ മാർക്ക് കൊടുക്കാറില്ല. ഞാൻ ഫസ്റ്റ് കാണുന്നത് ഹാർഡ് വർക്ക് തന്നെയാണ്, പുറകെ വരുന്നതാണ് ലക്ക്. ഇതൊക്കെ നമുക്ക് ഒരുപാടാണ്. പഠിക്കാനൊക്കെ എങ്ങനെയാണ്? ഭയങ്കര മോശമായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ ഒരു അടി കിട്ടുന്ന കുട്ടിയായിരുന്നു. അയ്യോ ഭയങ്കര ഉഴപ്പനായിരുന്നു, ഭയങ്കര. ക്ലാസ്സിലൊക്കെ ഇന്ന് ലീല ടീച്ചർ ഞാൻ ഓർക്കും, സംസ്കൃതം പഠിപ്പിച്ചിരുന്ന ടീച്ചർ. ക്ലാസ്സിൽ ഒച്ചപ്പാടും ബഹളം. എൻ്റെ പൊന്ന് ജയ നീ വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോകും, നിനക്ക് ഞാൻ നിന്ന് പഠിപ്പിക്കട്ടെ എന്ന് പറയും. ക്ലാസ്സിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര ബഹളവും കാര്യങ്ങളും. പക്ഷെ രസമായിരുന്നു. ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല, ഒരു ഇടി ബഹളത്തിനുണ്ടായിട്ടില്ല. ചുമ്മാ ഇരുന്ന് ബ്ലബ്ലാന്ന് സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നവരാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ഗേൾസിന്റെ അടുത്തൊക്കെ മിണ്ടാൻ പേടിയുണ്ടായിരുന്നു, അത് അവരുടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്, അത് കമന്റ് അടിക്കും. എല്ലാം ഉണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാ? അതാണ് ചോദ്യം. കല്യാണം കഴിച്ച കുട്ടികളുണ്ടായിട്ടോ? അതൊന്നുമല്ല, അത് അപ്പം ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്യണം. അല്ല എങ്കിലേ നമുക്ക് റിയൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സംശയമില്ല. ഇന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അന്ന് അത് ചെയ്തുകൊണ്ടല്ലേ. അതെ, ഇന്ന് ചോദിക്കുമ്പോൾ അതേ ഉത്തരം. ഇതിപ്പോ നമ്മൾ എന്ത് ചോദിച്ചാൽ ഇല്ല, അതൊന്നുമില്ല, പിന്നെ ഡ്രൈ ആയി പോലെ. 15 വയസ്സിൽ 15കാരന്റെ പോലെ ജീവിക്കണം, 30കാരന്റെ പോലെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അത് മോശമാണ്. ഈ മിമിക്രി ഇല്ലേ, ആ സിനിമയിൽ വന്നിട്ടുള്ള 80% ആൾക്കാരും ഒരു മിമിക്രി ലൈഫിൽ നിന്ന് തന്നെ വന്നവരാണ്. പക്ഷെ അതപ്പം ലാൽ, സിദ്ദിഖ് ആ കാലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവസാനമായപ്പോഴാണ് ജയസൂര്യ എനിക്ക് തോന്നുന്നു ഇത്രയും ഹൈറ്റ്സിൽ ആഫ്റ്റർ എ ലോങ് ടൈം എത്തിയ ഒരാൾ ജയസൂര്യ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? മിമിക്രി നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ആനക്കാരനായിരിക്കും, ചിലപ്പോൾ ഒരു കള്ളുകുടിയനായിരിക്കും. നമുക്ക് അയാളുടെ മാനസികാവസ്ഥയിലേക്കൊന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ കൂടി അയാളിലൂടെ ഒന്നൊരു ഒരു സഞ്ചാരം, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ പോകാൻ പറ്റും. പക്ഷെ അത് ഇന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് തുടങ്ങും. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ളത് മാത്രമായിരിക്കും നമ്മൾ അബ്സോർവ് ചെയ്യുക. അതിൻ്റെ കാരണം എക്സ്റ്റേണലായിട്ട് നമ്മൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലീശ പരിപാടികളുണ്ടല്ലോ, ആനക്കാരൻ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ആനക്കാരൻ അല്ലെങ്കിൽ ഒരു കള്ളുകുടിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അയാൾക്കൊരു ട്രേഡ് മാർക്ക് ഉണ്ടാവും. അതെ, അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അയാൾ ഡിഫറെൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ അയാൾ നമ്മളിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഇന്റേണൽ പ്രോസസ്സ് ഒരുപാട് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മിമിക്രി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു പരിധിവരെ അപകടമാണ്. അതായത് ഇപ്പോൾ സ്റ്റാർസിനെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു എന്ന് വെച്ചോളൂ. ഇപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ പോലെ തുടങ്ങിയ ഒരുപാട് പേരെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഓഡിയോ കാസറ്റൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് അപകടം ചെയ്താനേന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നീട് ഉള്ള അഭിനയത്തിൽ അറിയാതെ വരും. പിന്നെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന താരങ്ങളല്ലേ, അവർ അറിയാതെ തന്നെ വരും. മാത്രമല്ല ഇപ്പോഴും ഞാൻ ഒരാളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ, ഇപ്പം ഞാൻ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ അഭിനയിച്ചാൽ അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം പിന്നെ അത് വരും, അത് സ്വാധീനിക്കും. അത് ഈ മിമിക്രി ഉള്ളതിൻ്റെ പേര് തന്നെയാണ്. അത് ആരാണെങ്കിലും, ഈവൻ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാത്ത ഒരാളായിരിക്കാം, പക്ഷെ 5 ദിവസം 10 ദിവസം കൂടെ നടക്കുമ്പോഴത്തേക്കും അയാളുടെ കുറേ മാനേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അങ്ങനെ പക്ഷെ അത് മാറ്റി നിർത്താൻ അത് കഴിയുമ്പോഴത്തേക്ക് 5 ദിവസം കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോകും. അത്രയും. ജയസൂര്യ എങ്ങനെയാണ് ഒരു സിനിമ കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണും? ആദ്യത്തെ 2 ദിവസത്തിനകത്ത് തന്നെ കാണും, അതോ അന്ന് രാത്രിത്തെ ഷോയ്ക്ക്
പോവും. അന്ന് നൈറ്റ് ഷോയ്ക്ക് തന്നെ പോകും. നമ്മുടെ സിനിമകൾ നമ്മൾ കണ്ടില്ലേ, പിന്നെ എന്തെന്നാ ആദ്യത്തെ ദിവസം തന്നെ ഈ ക്രൗഡിനെ എങ്ങനെ അയ്യോ അതൊന്നും എറണാകുളത്ത് ഇതൊന്നും അത്ഭുതമല്ലല്ലോ. എല്ലാവരും സിനിമാ താരങ്ങളാണ് ഇപ്പോൾ എറണാകുളത്ത്. ഏറ്റവും കൂടുതൽ സിനിമാ താരങ്ങളുള്ളത് എറണാകുളത്താണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് സിനിമാ താരം എന്ന് പറയുന്നത് അത്ഭുതകരമായ കാഴ്ചയല്ല ആണെങ്കിൽ കൂടി എന്താണ് ഏതാ പുതിയ പടം, ഇതാ പുതിയ പടം, ശരി ഓക്കെ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവരെന്താ. പക്ഷേ ഒരു സ്റ്റാറിന് വേണ്ട ഒരു 5 കാര്യം എന്ന് പറഞ്ഞാൽ ജയസൂര്യ എന്തായിരിക്കും പറയുന്നത്? സ്റ്റാറിന് വേണ്ടത് ഫീൽഡിലാണോ ഫീൽഡിന് പുറത്താണോ? ഫീൽഡിന് പുറത്ത്. ഫീൽഡിലില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾ വരുമ്പോൾ അയാളെ ബഹുമാനിക്കാൻ പഠിക്കുക. സത്യം അല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അല്ലേ. സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്ന ക്യാമറയ്ക്ക് മുമ്പിലല്ലേ. ഞാൻ സിനിമാ താരം എന്നുള്ള ഇതും വെച്ചിട്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഭയങ്കര ബോറ് പരിപാടിയാണ്. അപ്പോൾ അതെന്നെ ബാധിക്കാറേ ഇല്ല. അതെനിക്കറിയാം. കാര്യം ജയസൂര്യ എന്ന് പറഞ്ഞാൽ ജയസൂര്യയുടെ നാട് തൃപ്പൂണിത്തറ അല്ലേ. പക്ഷെ ഇന്നും ആ ഉത്സവമായിട്ട് ജയസൂര്യ അമ്പലത്തിലെ ഏറ്റവും വലിയ ആളാണ് ഉത്സവം നടക്കുന്നത്. ഇപ്പോഴും അത് പോകും. പിന്നെ തീർച്ചയായിട്ടും ഈ നവംബർ 30-നാണ് ഉത്സവം. ശരി. അപ്പൊ ആ സമയത്ത് ബോബന്റെ പടമായിരിക്കും. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഗ്യാപ്പ് ഇട്ടിരുന്നു. പക്ഷേ ഈ വർഷം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് 1-2 ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടും. ജയസൂര്യയുടെ പഴയ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും എങ്ങനെയാണ്? സുഹൃത്തുക്കൾ തന്നെയാണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരുപാട് സുഹൃത്തുക്കളില്ല. അത് എന്തോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. ഇത്രയും തമാശയൊക്കെ പറഞ്ഞ് ഇത്രയും ഒരു എന്താ പറയണ്ടത്, നമ്മൾ ഈ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ജയസൂര്യ ഒരു ജൽവലാവും പെട്ടെന്ന്. അപ്പം അങ്ങോട്ട് കോഞ്ഞടിച്ച് ജയസൂര്യ അടുത്ത് ജയിക്കാനേ പറ്റില്ല. 8ന്റെ പണി തിരിച്ചു തരും. തമാശ പറഞ്ഞ് കീഴടക്കാന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. സൂപ്പർ കൗണ്ടറാണ്. അതുകൊണ്ട് ഇതൊക്കെ സുഹൃത്തുക്കളെ അട്രാക്ട് ചെയ്യുന്ന കാര്യം. അല്ല, അതുകൊണ്ട് അവരെല്ലാവരും എന്താ പറയുക, എല്ലാ രഹസ്യങ്ങളും പങ്കുവയ്ക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളാണെന്ന് വെച്ചല്ല. അവരുടെ ഇൻറ്റിമേറ്റ് സുഹൃത്ത് ഞാനാണെന്ന് വെച്ചാൽ ഒരിക്കലും ആയിരിക്കില്ല. നമ്മളൊരു തമാശ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഒരു സെറ്റിലെ തമാശകൾ പറയുന്നു, അല്ലെങ്കിൽ കഥകൾ ഉണ്ടാക്കി പറയുന്നു. അതിപ്പോൾ ഞാനും പറയും അവരും പറയും, അത്രേ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്യും. അതെ, എല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷേ സിനിമയ്ക്കകത്ത് സുഹൃത്തുക്കൾ എന്ന് പറയുകയാണെങ്കിൽ സിനിമയ്ക്കകത്തുള്ള സുഹൃത്തുക്കൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഇപ്പോൾ അനൂപ് നല്ല സുഹൃത്താണ്, ചാക്കോ നല്ല സുഹൃത്താണ്, നരയൻ നല്ല സുഹൃത്താണ്, ഒരുപാട് പേരുണ്ട്. രാജു നല്ല സുഹൃത്താണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത്ത് ശങ്കർ ആണെങ്കിലും സമീർ ആണെങ്കിലും ആഷിഖ് ആണെങ്കിലും എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് ജയസൂര്യ. സ്ക്രീനിൽ ഇങ്ങനെ നമ്മൾ കണ്ടു ആസ്വദിച്ചൊക്കെ ഇരിക്കാം. ഇനിയിപ്പം ഒരു ആക്ടർ എന്നുള്ളതിനപ്പുറം ഏതൊക്കെ റോളുകളിൽ നമുക്ക് കാണാം? ഏതൊക്കെ റോളെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. പുണ്യാളൻ അഗർബത്തി. കാശ് നിറയെ കയ്യിലുണ്ട്. എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ ക്ഷീണിച്ചതെന്ന്. പടം പ്രൊഡ്യൂസ് ചെയ്ത് ആരും ക്ഷീണിക്കും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. 6 പാക്ക് ആയതൊന്നുമല്ല, പാട്ടന് കിടന്നായതോ. അപ്പോൾ അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. രഞ്ജിത്തും ഞാനും കൂടിയാണ്. പടത്തിൻ്റെ പേര് പുണ്യാളൻ അഗർബത്തീസ്. രഞ്ജിത്താണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, രഞ്ജിത്ത് ശങ്കർ. അത് എന്നാ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കാം അങ്ങനെയുള്ള രീതിയിലൊന്നും ഇരിക്കുമ്പോഴൊന്നും അല്ല. ആക്സിഡന്റലി രഞ്ജിത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാണ് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്താലോ. ഓക്കെ, ചെയ്യാമെന്ന് പറയാനുള്ള കാരണം സത്യസന്ധമായ ഒരു കഥയും അതിനേക്കാൾ ഉപരി ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ തൃശ്ശൂർ ഭാഷയാണ്. തൃശ്ശൂർക്കാരനായതുകൊണ്ട് മാത്രം അതുകൊണ്ട് ചെയ്തതല്ല, പക്ഷെ വളരെ രസമുള്ള ഒരു സിനിമയാണ്. ആനപ്പിണ്ടത്തിൽ നിന്ന് ചന്ദനത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാള്, അയാളുടെ പേരാണ് ജോയ് താക്കോൽക്കാരൻ. അതെ, അത് ഭയങ്കര രസമായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നവംബർ 29-ാം തീയതിയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ആ റിലീസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, മലയാള സിനിമ ആദ്യമായിട്ട് ജപ്പാനിലേക്ക് നമ്മൾ വേൾഡ് വൈഡ് ആണ്. അമേരിക്ക എല്ലാം ഉണ്ട്. അമേരിക്ക, മറ്റേ ലണ്ടൻ ഉണ്ട്, എല്ലായിടത്തേക്കും, ഓസ്ട്രേലിയ, ദുബായിൽ എല്ലാം റിലീസിംഗ്. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. പാടിയെന്ന് ഞാൻ കേട്ടല്ലോ. എന്താ ചെയ്യാ, സ്വന്തം പടത്തിലല്ലേ എന്ത് അതിക്രമം കാണിക്കാൻ പറ്റുള്ളൂ. അതിലൊരു പാട്ട് പാടി ഒരു അനിമേഷൻ സോങ് പോലെയാണ് നമ്മളത് വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബിജിപാലാണ് മ്യൂസിക് ഡയറക്ടർ. പാവം, എത്ര നല്ല ഗായകരെ വെച്ച് പാടിപ്പിച്ചിട്ടുള്ള മനുഷ്യൻ. അത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. ഞാനൊരു അമ്മ ഷോയ്ക്ക് വേണ്ടി പാടിയിരുന്നു.
അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് പോയി പാടിയതാണ്. രഞ്ജിത്ത് അത് ഓൾറെഡി ആദ്യം ഒരു മാർക്കറ്റിംഗ് ലെവലിൽ പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ രഞ്ജിത്തിനോട് ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ കാര്യം ശരി ഇതൊക്കെ അനൗൺസ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് പാടാൻ പറ്റില്ലെങ്കിൽ വലിയ വിഷയവും അത് നിങ്ങൾക്ക് പാടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാടി നോക്കിയതാണ്. വലിയ കുഴപ്പമില്ല. അല്ല, സ്വന്തം സിനിമയിലേ പാടാൻ പറ്റുള്ളൂ എന്ന് ജയൻ പറഞ്ഞു. സ്വന്തം പരിപാടി പാടാന്ന് ഞാനും പറയുന്നു. രണ്ടുപേരും നമുക്ക് കേട്ടാലോ? അത് വേണ്ട, സമയമെടുത്ത് നമുക്ക് തീരാറാകുമ്പോ അതെ ആകുമ്പോൾ പെട്ടെന്ന് ചാനൽ മാറ്റാനുള്ള ഒരു അവസരം കൂടിയാവും. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു ഈ പുണ്യാളൻ നഗർ? ഫുൾ തൃശ്ശൂർ. ഞാൻ ആദ്യമായിട്ടോ ഫുൾ തൃശ്ശൂർ പടം ഷൂട്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഭയങ്കര രസമാണ് അത്. എന്താ പറയുക, തൃശ്ശൂരിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് 90 വയസ്സായിട്ടുള്ള അമ്മച്ചിമാരാണെങ്കിലും തമാശയോടുകൂടി അവർ കാര്യങ്ങൾ പറയുള്ളൂ. ചിരിയുണ്ട് അവർക്ക് എല്ലാത്തിലും അല്ലേ? ഞാൻ എന്തായിരിക്കും എൻ്റെ സൈക്കോളജി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ഷോട്ടുകൾ അല്ലെങ്കിൽ ബിഗ് ഷോട്ട്സിനെ കാണുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ തൃശ്ശൂർക്കാരായിരിക്കും. ഒരു സ്ഥാപനത്തിന്റെ ഉന്നത പദവി അലങ്കരിക്കുന്ന മിക്കതും തൃശ്ശൂർക്കാരായിരിക്കും. ജ്വല്ലറി നോക്കൂ അല്ലേ? അതെനിക്ക് തോന്നുന്നത് സ്വന്തം ജോലിയെ മെന്റൽ സ്ട്രെസ് ഇല്ലാതെ കാണുന്നതിന്റെ പേരിലായിരിക്കുമല്ലോ ഒരു പക്ഷെ അവരെല്ലാം ഒരു തമാശയോടുകൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അല്ലേ? ശരിക്കും നമ്മളെല്ലാം വളരെ വളരെ മെന്റൽ സ്ട്രെസ്സോട് കൂടിയല്ലേ നമ്മൾ ചെയ്യണേ. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നുണ്ട് ഈ തമാശ എന്ന് പറയുന്നത്. ശരിക്കും ഈവൻ നോക്കൂ, ഒരു ജ്വല്ലറി പോയി എല്ലാം തൃശ്ശൂർ ആ ഭാഗത്തുള്ള എന്താ ചേച്ചി വേണ്ട ഞാൻ വന്ന് ചോദിച്ച് സംസാരിച്ച്. അല്ല, അതിനേക്കാൾ എല്ലാം ഉപരി ഇന്നസെന്റ് ചെയ്യട്ടെ. ഏറ്റവും അദ്ദേഹത്തിന് ഇത്രയും തമാശ പറയാൻ കഴിവില്ലായിരുന്നെങ്കിൽ രോഗം അദ്ദേഹത്തെ തിന്നേനെ. ഇതിപ്പോ തമാശ രോഗത്തെ തിന്നു. സത്യം, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ ഇന്നസെന്റ് ഏട്ടനെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ കലൂര് പള്ളിയിലും എഴുതിരെത്തിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഞാൻ ഇന്നസെന്റ് ഏട്ടാ എന്താടാ ഞാൻ അങ്ങനെ പിച്ച്. അപ്പൊ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട്, കാരണം ഒരു അസുഖമുള്ള ഒരാളെയാണല്ലോ വിളിക്കുന്നത്. തീർച്ചയായിട്ടും എന്താ ഇന്നസെന്റ് ഏട്ടാ എങ്ങനെയുണ്ട്, നീ ഇപ്പൊ എങ്ങടാ പോണേ? ഞാൻ പറഞ്ഞു എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത്, ഞാൻ പള്ളിയിലേക്ക് പോവാണ്. ഇന്നസെന്റ് ഏട്ടാ എനിക്കൊക്കെ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാനുള്ളൂ. പറയും. അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മളൊക്കെയുള്ള സംഘടന അല്ലേ? അതിൽ നിന്ന് നീയൊന്നൊരു 5 പൈസ പോലും എടുക്കരുത്. ഇല്ല ഇന്നസെന്റേട്ടാ, എടുത്താൽ എൻ്റെ പോലെയാവും അവസ്ഥ എന്ന്. അതായത് മൂപ്പർ അതിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയിട്ട് ദൈവം അത് ശിക്ഷിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ എല്ലാത്തിനും തമാശയായിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം അല്ലേ? നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടല്ലേ കിടന്നുറങ്ങാൻ. അത് തൃശ്ശൂർ ജനിക്കണമെന്നില്ല, തിരുവനന്തപുരംകാർക്കും എറണാകുളംകാർക്കൊക്കെ പറ്റും. അല്ല, നമ്മൾ പരിശ്രമിക്കുകയാണ്. അല്ല, പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം. അത് ഈവൻ അങ്ങ് ഒരു ബിസിനസ് ഹെഡ് ആണെങ്കിൽ എത്ര പേരെ നമുക്ക് എന്താ പറയണ്ടത് പഠിപ്പിച്ചു കൊണ്ടുവരാനുണ്ട്, ഒരു ടീമിനെ നയിക്കാനുണ്ട്. എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? എന്തറിയോ, നമ്മളൊരു കാര്യത്തിനെ സമീപിക്കില്ലേ, പോസിറ്റീവായിട്ട് സമീപിക്കില്ലേ, അതിന്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും. നെഗറ്റീവായിട്ട് വിചാരിച്ചാൽ അതിന്റെ നെഗറ്റീവായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാർ എടുക്കാൻ വേണ്ടി പോകും. അതിന്റെ ആ കാർ എടുക്കാൻ പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ കാറിന് ഡ്രൈവ് ചെയ്യുന്നത് പിക്ചറൈസ് ചെയ്യില്ലേ? നമ്മൾ പോവും, പിന്നെ എന്താ പറയാ, നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുന്നത് നമ്മൾ അത് അത് ആ എന്താ പറയാ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആഗ്രഹം നമ്മൾ എത്തിക്കുകയാണ്. ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അയ്യോ ഞാൻ വണ്ടി എടുത്ത് ഇനി ഇടിക്കുവോ, ഇടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാവുമല്ലോ, അങ്ങനെ ആകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാ വേണ്ട, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ച് ചെയ്തു, അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. പുണ്യാളൻ അഗർബത്തീസ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നു പോസിറ്റീവ് ആയി. തീർച്ചയായിട്ടും, അതുകൊണ്ടല്ലേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. ഇറങ്ങുമല്ലോ, സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഒരു ഡയറക്ഷൻ എങ്ങനെയാ പ്രതീക്ഷിക്കാമോ? അറിയില്ല. ഡയറക്ഷൻ ഒരിക്കലും ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്ത ഒരു സമയം പോരാ എനിക്ക്. ഒരു പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് വെച്ചപ്പോഴത്തേക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു സമയം പോരാ. ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ആലോചിക്കുകയും വളരെയധികം ചിന്തിക്കുകയും, പക്ഷെ ഭാവിയിൽ ഞാൻ ചെയ്യും. ആഗ്രഹമുണ്ട്, ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയും വെൽക്കം ടു അവർ ക്ലബ്. അതെ, നിങ്ങൾ ഡയറക്ടറാ? ഞാൻ തമാശ പറഞ്ഞതാ. അങ്ങനെ അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു. അല്ല, അത് അങ്ങനെ, അത് ഭാവിയിൽ സംഭവിക്കട്ടെ. തീർച്ചയായും അങ്ങനെ ഒരു കോൺഫിഡൻസുള്ള സബ്ജക്റ്റും
ഒക്കെ വരുമ്പോൾ അല്ല ജയനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോസിറ്റീവ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഹാർഡ് വർക്ക് ചെയ്ത് അത് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി, അതൊക്കെയാണല്ലോ ഒരു കാര്യം സക്സസ് ആക്കാൻ വേണ്ട ക്വാളിറ്റി. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഒരു കുഞ്ഞ് 10 മാസം എത്തി ജനിക്കുന്നത് തന്നെ നല്ലത്. അതെ അതെ അതെ. ഒരു 5 മാസമായി കഴിഞ്ഞാൽ കുഴപ്പമാവും. അത് വരട്ടെ. മോന്റെ സ്കൂളില് ഈ പാരന്റ് ആയിട്ട് പോയിട്ടുണ്ടോ? പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാത്തിനും പോകും. സാധാരണ ഫംഗ്ഷൻ ഒക്കെ അല്ലേ പോവാറ്? ഫംഗ്ഷൻ മാത്രമൊന്നുമല്ല, അത് എല്ലാ മീറ്റിങ്ങിനും നമ്മൾ പോകുന്നതാണ്. മോന്റെ കൂടെ രാവിലെ ഞാൻ പോകും, ഞാൻ അവളും കൂടിയാണ് പോകുന്നത്. അപ്പൊ മോൻ ഇങ്ങനെ പരാതിയൊക്കെ കേൾക്കോ അതോ പാവം കുട്ടി? അയ്യോ, അവൻ ഭയങ്കര സൈലന്റ് അവിടെ. ഓ ശരി. അവൻ അവിടെ ഭയങ്കര നീറ്റാ. പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു. അതെ അതെ, പക്ഷെ അത് അവളുടെ സ്വഭാവം തോന്നുന്നുണ്ട്. അതിന് വേണ്ടിട്ട് ചെറുതുണ്ടല്ലോ, ഇതുണ്ടല്ലോ പാട് ഇവിടെ. ആ ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. മിനിങ്ങത്തെ മോളുടെ പരിപാടി. എത്ര 2 വയസ്സൊക്കെ അല്ലേ? ഈ ഡിസംബർ 30 2 വയസ്സാണ്. എങ്ങനെ അപ്പൊ അച്ഛൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മിസ് ചെയ്യുമല്ലോ? അയ്യോ, ഇന്ന് രാവിലെ വിളിച്ചോള്, വൈഫ് വിളിച്ചു. രാത്രി 2 മണിയപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു, അച്ഛാ അച്ഛാന്ന് പറഞ്ഞിട്ട്. അത് ഇനി ഇവിടെ അടിച്ച ഡയലോഗാന്ന് എനിക്കറിയില്ല, കാരണം കൊച്ചു സംസാരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. ജസ്റ്റ് അച്ഛാ അമ്മ അത്രയൊക്കെ വണ്ടി എത്തിയിട്ടുള്ളൂ. ജയസൂര്യയുടെ വീട് കാണാൻ ഭയങ്കര രസമാണ്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു നേരത്തെയൊക്കെ പ്ലാൻ ചെയ്ത് ആ ലോണും ഇതൊക്കെ? ലോൺ അടച്ച് തീർത്തിട്ടില്ല ഇപ്പോഴും. ലോണ് അല്ല, ലോൺ വീട് വെക്കാൻ അറിയാത്ത സമയത്ത് വെച്ചതാണ്. ആ സമയത്ത് ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു വൈഫ്. ഞാൻ ക്ലാസ്മേറ്റ്സിൻ്റെ സമയത്ത് എൻ്റെ അമ്മയെ ഞാൻ ഇത്രയേറെ മെൻ്റൽ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചൊരു സംഭവം. എന്നിട്ടാണ് ഈ കഞ്ഞിക്കുഴി ഇത്രയും ഇപ്പോഴും ഞങ്ങൾ കഞ്ഞിക്കുഴി ഓർക്കുന്നത്. കറക്റ്റ് തന്നെയാണ്. കാരണം വീട് വെക്കുമ്പോൾ ആ ആഴ്ചയിൽ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പണിക്കാർക്ക് കൊടുക്കണം. എവിടെ ഇട്ട് ദൈവമേ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കടം ചോദിക്കലും ബഹളവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഓക്കെ ആയി. ഭയങ്കര പ്രശ്നമായിരുന്നു വീട് വയ്ക്കുന്ന സമയത്ത്. കാരണം ഒറ്റ പ്രാവശ്യമല്ലേ വീട് വയ്ക്കുള്ളൂ നമ്മൾ ചിലപ്പോൾ. ആ ഒറ്റ പ്രാവശ്യം മറ്റവന് പറ്റിക്കാൻ കിട്ടുന്ന ഒരു അവസരം. അതുകൊണ്ട് മാക്സിമം പണി തരും. തടിയെടുത്ത് തടിയേടായവനാണ് ഞാൻ. എൻ്റെ അമ്മേ, നല്ല അവിടെ നിന്ന് അത്യാവശ്യം നല്ല പണികൾ കിട്ടിയിരുന്നു. നല്ലൊരു സുഹൃത്തിനെ ഞാൻ വർക്ക് കൊടുത്തതാണ്, അവൻ തന്നെ ആണല്ലേ. പക്ഷെ അതൊക്കെ എന്നിട്ട് ഹാപ്പി ആയിട്ട് മാനേജ് ഇപ്പം എല്ലാം ഓക്കെ. അതുണ്ടാവുന്നു. എങ്ങനെയാണ് പെറ്റ്സ് ഒക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ വൈഫിന് ഭയങ്കര പേടിയാണ്. എൻ്റെ വീട്ടിൽ ജാക്കിന്നാ പട്ടിയുടെ പേടി. അവൾക്ക് ഭയങ്കര പേടിയാണ്, എന്നെ ഇത്ര പേടിയില്ല. അത് പട്ടീനെയാണ് ഭയങ്കര പേടി. പക്ഷെ എനിക്ക് ഭയങ്കര ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നു. മുയലിനെയും ലവ് ബേർഡ്സും ഈ പറഞ്ഞ പോലെ പട്ടിക്കുട്ടികളും അണ്ണാനും എല്ലാത്തിനും ഞാൻ വളർത്തിയിരുന്നത്. ഇപ്പൊ പിന്നെ അത് നോക്കാൻ പറ്റില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യുമ്പോ എങ്ങനെയാ ആൾക്കാരെ ആളുണ്ട്. അല്ല ഈവൻ അതല്ല 1 മാസ്റ്റർ ഡോഗ് ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും കുഴപ്പമൊന്നും. ജയസൂര്യയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഞ്ഞിയും പയറുമാണ്. പക്ഷെ അത് ഇപ്പോൾ തടി പ്രശ്നമൊക്കെ വന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് കഞ്ഞിയും പയർ ആ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചു. ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ച് പോയൊരു നിമിഷം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ രാജേട്ടനോട് ഇത് തന്നെ പറഞ്ഞല്ലേ. നമ്മളൊരു കാര്യം ചെയ്യേണ്ട കാര്യം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് മെച്യൂരിറ്റി എന്നാണ് ഞാൻ കാണുന്നത്. സത്യം അല്ലേ? അല്ലാതെ എന്താണ് സീരിയസ് ആയിട്ടിരിക്കുക? ലൈഫ് ആകെ ഒന്നേ ഉള്ളൂ, ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ജയന് പക്ഷേ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അടി കിട്ടിയിട്ടില്ലേ? പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ മക്കളെ അടിക്കാതെ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി.